ഒരു കഥ ചൊല്ലട്ടുമാണ്, ഒരു ജെട്ടി കഥ. എന്തെന്നിട്ട് വിളിക്കണേ? അതിനേക്കാളും വലിയ നാട്ടക്കേസാണ് ഇന്ന് പറയാൻ പോണത്. ജഡ്ഡി ഉണ്ടായിരുന്നെങ്കിൽ ആ തള്ളച്ച് ഇത്രയും പേടിക്കില്ലായിരുന്നു. എവിടെ പോയാ? അതായത് നമ്മുടെ കഥയുടെ ആരംഭം 90കളിലാണ്. 1990 ഏപ്രിൽ 4-ാം തീയതി അടിവസ്ത്രത്തിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ചിട്ട് ഒരു വിദേശി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പറന്നിറങ്ങി. ആ ഇറങ്ങിയ പാടെ പോലീസിന്റെ പിടിയിലായി. അന്ന് ആ ഓസ്ട്രേലിയൻ പൗരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണ മനസ്സോടെ ഇരു കൈ നീട്ടി ചെന്നതാരാ? നമ്മുടെ മുൻ ഗതാഗത മന്ത്രി, ഇപ്പോഴത്തെ MLA ശ്രീ ആന്റണി രാജു. ആന്റണി രാജു നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ. അടിവസ്ത്രാണല്ലോ തൊണ്ടി മുതല്. സോ മൂപ്പർ അതങ്ങോട്ട് അടിച്ചു മാറ്റി. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ തുന്നി കൂട്ടിയിട്ട് കുഞ്ഞിക്കിടാങ്ങൾ ഇടുന്ന പോലത്തെ നിക്കറാക്കി മാറ്റി. ബുദ്ധിരാക്ഷസം തന്നെ. ആദ്യം ജഡ്ഡി തൊണ്ണൂറിലുണ്ടായ ഒരു സംഭവത്തിനെ കുറിച്ച് UDFന്റെ ഭരണകാലത്ത് 2 പ്രാവശ്യം അന്വേഷിക്കുകയും എനിക്കെതിരെ യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കുകയും ആ റിപ്പോർട്ട് കോടതി അംഗീകരിക്കുകയും ചെയ്തതാണ്. അടിവസ്ത്രത്തിന്റെ അളവ് മാറിയതോടെ ആ വിദേശ പൗരനെ കോടതി വെറുതെ. ഇവിടെ ഒരു പ്രശ്നമില്ല, എല്ലാം പറഞ്ഞു കോംപ്ലിമെന്റ്സ് ആക്കി എന്ന് പറഞ്ഞിട്ട് ആന്റണി രാജു ഇങ്ങനെ പൊടിയും തട്ടി എണീറ്റ് പോവാൻ നിൽക്കുമ്പോഴാണ് ആ ജെട്ടി അടുത്ത പണി കൊടുക്കുന്നത്. ഈ തൊണ്ടി മുതലില് കൃത്രിമം കാണിച്ചത് നാടാകറിഞ്ഞു. അതോടെ പോലീസ് ആ വിഷയത്തില് കേസെടുത്തു. ഞാനിത് എന്റേതായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നത് നിനക്ക് വിരോധമുണ്ടോ? എന്റെ ഇത്തിരി പഴയതാണെന്നേ ഉള്ളൂ, സെയിം കളറാ, ആരും അറിയില്ല. എന്നാലും തൊണ്ടി മുതലായ അടിവസ്ത്രം തന്നെ അടിച്ചു മാറ്റാൻ ആന്റണി രാജു സാറിന് എങ്ങനെ തോന്നി? തോലിക്കട്ടി അപാരം തന്നെ. അടിവസ്ത്രം വെട്ടിച്ചുരുക്കി അയാൾക്ക് പാകമല്ലാത്ത രീതിയിലാക്കി കളവ് കൃത്രിമം കാണിച്ച ഒരാൾ ആണ് അദ്ദേഹം. ലഹരി മരുന്ന് കൊണ്ടുവന്ന ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയ ഒരാളാണ്. എന്നിട്ടാണ് ആ ആളെ ഇത് അറിഞ്ഞുകൊണ്ട് പിണറായി വിജയൻ മന്ത്രിസഭയിലാക്കിയത്. ആന്റണി രാജുവിന്റെ ജെട്ടി കേസോടെ പാർട്ടി ഒരു തരത്തില് ഒരു ഭാഗത്ത് പ്രതിരോധത്തിലായിട്ടുണ്ടെന്നുള്ളത് വേറൊരു സത്യം. പാവങ്ങളില് സ്വർണ്ണമോഷണം തൊട്ട് അടിവസ്ത്രമോഷണത്തിന് വരെ ക്യാപ്സൂൾ ഇറക്കേണ്ട ഒരു ഗതികേട്. അടിവസ്ത്രം എന്നും ഞങ്ങളുടെ ആന്റണി രാജു സാറിന്റെ വീക്ക്നെസ് ആയിരുന്നു. ഈ കേസില് അല്ലെങ്കിൽ പിന്നെ 1-ാം പ്രതിനെ സ്വാധീനിച്ചിട്ട് കോടതിയുടെ കൈവശം ഉണ്ടായിരുന്ന തൊണ്ടി മുതൽ അടിച്ചു മാറ്റി വെട്ടിക്കൂട്ടി ഈ കാലത്തിലാക്കുമായിരുന്നില്ലല്ലോ. ഈ ഡ്രോയർ മിസ്റ്റർ ആൽബർട്ടോവിനെ ഒന്ന് ഒടിപ്പിക്കാമോ? ഇതല്ല, ആ ഡ്രോയർ ഇതല്ല. യെസ്, 15 വയസ്സുകാരന് പോലും പാകമാകാത്ത ഈ ഡ്രോയർ മിസ്റ്റർ ആൽബർട്ടോവിനെ നിങ്ങൾക്ക് ധരിപ്പിക്കാമോ? കാലത്തിനു മുന്നേ സഞ്ചരിച്ച മറ്റൊരു സിനിമ. പക്ഷെ ഇത്ര കഷ്ടപ്പെട്ട് അടിവസ്ത്രം അടിച്ചു മാറ്റി വെട്ടിച്ചുരുക്കിയിട്ടും ഒരു കാര്യം ഉണ്ടായില്ല. സംഭവം നടന്ന് 10-35 കൊല്ലം കഴിഞ്ഞപ്പോ സത്യം പുറത്തു വന്നിരിക്കുന്നു. അടിവസ്ത്രം അടിച്ചു മാറ്റി അത് വെട്ടിച്ചുരുക്കിയ കേസിൽ ആന്റണി രാജു കുറ്റക്കാരനെന്ന് കോടതി. ഈ കോടതിക്ക് കൊടുക്കാൻ പറ്റുന്ന പരമാവധി ശിക്ഷയാണ് മാക്സിമം. അത് 3 വർഷം. ഞാൻ ഈ കേസിൽ പൂർണ്ണമായും നിരപരാധിയാണ്. കറക്റ്റ്, ഈ കേസിൽ നിരപരാധിയാണെന്ന് ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. ഞാൻ നിരപരാധിയാണെന്നും വേറെ ആളുകളാണ് പ്രതിയെന്ന് പറഞ്ഞ റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു 2002-ൽ. ആണല്ലേ? എന്നിട്ട് എന്തിനാ ആന്റണി രാജു ചേട്ടാ നിരപരാധിയായി നിങ്ങളെ കോടതി 3 വർഷം തടവിന് ശിക്ഷിച്ചത്? ഞാൻ 100% ഈ കേസിൽ നിരപരാധിയാണെന്നുള്ള എനിക്ക് നല്ല ഉത്തരബോധ്യമുണ്ട്. നിരപരാധികളും ചില കാലഘട്ടങ്ങളിൽ ചില കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്ന ചരിത്രമുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നിരപരാധികളെ ശിക്ഷിക്കുന്ന കോടതി. ഹൗ ക്രൂവൽ എന്നാണ് മൂപ്പർക്ക് ഈ നിമിഷം പറയാനുള്ളത്. അപ്പോ അടിവസ്ത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ സമീപിക്കുക ശ്രീ ആന്റണി രാജു. ഇറുക്കത്തിനും മുറുക്കത്തിനും കാവാലം ജെട്ടി. സ്വന്തമായിട്ടൊരു ജെട്ടി ഏറെ നാളായി കൊതിച്ചോരെ സ്വന്തമായിട്ടിരിക്കട്ടെ കാവാലം ജെട്ടി. അണ്ടർവെയർ മൂലം MLA സ്ഥാനം തെറിക്കുന്ന ആദ്യത്തെ നേതാവും കൂടിയാണ് ശ്രീ ആന്റണി രാജു. അപ്പൊ ഇനി ജയിലിൽ കാണാം. അഭിവാദ്യങ്ങൾ കോമ്രേഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.